ഇതിപ്പോൾ 2018 മുതലേക്ക് നമ്മൾ അനുഭവിച്ചു വരുന്നൊരു എനിക്കും പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് പുതുക്കി പണി ചെയ്യാം. നമസ്കാരം. പട്ടാമ്പി പാലത്തിന് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പട്ടാമ്പി പാലം എന്ന് തുറക്കും? വെള്ളപ്പൊക്കത്തിൽ തകർന്ന പട്ടാമ്പി പാലം കാൽനട യാത്രക്കായി തുറന്നുകൊടുത്തെങ്കിലും പാലം പൂർണ്ണമായി എന്ന് തുറക്കുമെന്നതിനെക്കുറിച്ച് ആർക്കും യാതൊരു ധാരണയുമില്ല. കാൽനട യാത്രക്കാർക്കായി താൽക്കാലികമായി പാലം തുറന്നുകൊടുത്തു. ജനങ്ങൾക്ക് അത് വലിയ ഒരു ആശ്വാസമാണെങ്കിലും അവിടെ കൊണ്ട് തീരുന്നില്ല പ്രശ്നങ്ങൾ. പാലം കടന്ന് പട്ടാമ്പിക്ക് വരേണ്ട യാത്രക്കാർ ബസ്സിൽ വന്ന് പട്ടാമ്പി കടവിലിറങ്ങി അപ്പുറത്തേക്ക് നടക്കണം. പക്ഷേ വാഹനങ്ങളിൽ വരുന്ന യാത്രക്കാർ പാലത്തിന് ഇപ്പുറത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ. അങ്ങനെ പാർക്ക് ചെയ്യാൻ തക്ക സൗകര്യങ്ങൾ ഈ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. നിന്ന് തിരിയാൻ ഇടമില്ലാത്ത പട്ടാമ്പി കടവത്ത് 6-7 ബസ്സുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടാവും. കൂടെ പട്ടാമ്പിയിലേക്ക് സ്വന്തം വാഹനവുമായി വരുന്നവരുടെ ബൈക്കുകളും കാറുകളും, അതിനിടയിൽ ഒരു ഓട്ടോ സ്റ്റാൻഡും. സ്ഥിരം യാത്രക്കാരായ വിദ്യാർത്ഥികളും ജോലിക്കാരും എല്ലാവരുടെയും യാത്ര വളരെ പ്രയാസത്തിലാണ്. അറ്റകുറ്റപ്പണികൾ നടത്തി പാലം എത്രയും വേഗം വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി. പക്ഷേ അത് എന്നാണ് എന്നതാണ് ചോദ്യം. പാലത്തിൽ നിന്നും വെള്ളം ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞു. കാൽനട യാത്രക്കാർക്കായി പാലം തുറന്നു കൊടുത്തിട്ട് ഇന്നേക്ക് 4 ദിവസം. പാലത്തിന്റെ കൈവരികളെല്ലാം തകർന്നു കിടക്കുകയാണ്. റോഡാണെങ്കിൽ കുണ്ടും കുഴിയുമായി. ഇപ്പോഴും കൈവരികൾ ശരിയാക്കാനുള്ള യാതൊരു നടപടിയും ബന്ധപ്പെട്ടവർ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പട്ടാമ്പി പാലത്തിന്റെ ബലസ്ഥിതി പരിശോധിച്ച് ഗതാഗത യോഗ്യമാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കൂ എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ എന്നാണ് പാലത്തിന്റെ പരിശോധന നടക്കുക? ഇനിയും ദിവസങ്ങൾ എത്ര കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥർ എത്തുക? ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പാലത്തിന് കുഴപ്പമില്ലെന്ന് കണ്ടാൽ കൈവരി കെട്ടിത്തീരാൻ പിന്നീടും വീണ്ടും ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരില്ലേ? ടാർവിപ്പയും കയറും കൊണ്ട് താൽക്കാലിക സുരക്ഷാ സംവിധാനം ഒരുക്കി കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ കൈവരിയുടെ പണി ആരംഭിക്കുന്നതല്ലേ എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അധികാരികൾ ഇത്ര ലാഘവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ഒരു അത്യാഹിതം സംഭവിച്ചാൽ പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് പാലം. ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ അടച്ചു വച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? എത്ര കാലം നമ്മൾ കാത്തിരിക്കണം? പട്ടാമ്പിക്കാർ ഇത് എത്രത്തോളം സഹിക്കണം? എത്ര കാലം സഹിക്കണം? ഒരു മഴക്കാലം വരുമ്പോഴും അടച്ചുപൂട്ടുന്ന പാലവുമായി നമുക്ക് എങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകുവാൻ കഴിയും? ഇവിടെയാണ് പട്ടാമ്പിക്ക് വേണം പുതിയ ഒരു പാലം എന്ന മുറവിളി വീണ്ടും ഉയരുന്നത്. ഈ പാലം എല്ലാ വർഷവും വെള്ളം വരുമ്പോൾ ഇങ്ങനെ അടച്ചിടേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇതിന് പരിഹാരം വേണ്ട. നമുക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 2018 മുതലേക്ക് നമ്മൾ അനുഭവിച്ചു വരുന്നൊരു സംഭവമാണിത്. നമ്മൾ പല തീരുമാനങ്ങൾ വന്നു. അവരൊക്കെ ഇത് സൈഡ് വരി പൊക്കുക, അങ്ങനെയായിട്ട് ഈ വരെ ഇതിനൊരു എന്തെന്ന് പറയുക സംഭവമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ആ തീരുമാനം. അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെ എന്താ നോക്കണമെന്ന് വെച്ചാൽ ഇത് എങ്ങനെയൊക്കെ ക്ലിയർ ആവണം. അല്ല ഇതേ രീതിയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത ഇതേപോലെ വെള്ളപ്പൊക്കം വന്നത് കഴിഞ്ഞു. ഇതിന് പരിഹാരം പട്ടാമ്പിക്ക് ഒരു പുതിയ പാലം എന്നുള്ളതാണ് വേണോ? അല്ലാതെ അതിന് ജസ്റ്റ് ഓപ്ഷൻ ഇല്ല. എന്താ ചെയ്യുക വെച്ചാൽ ഇത് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടല്ലേ കൈവരി പാത അവർ വെച്ചൊക്കെ തകർന്നു. ഇങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്തിട്ട് കാര്യമില്ല. അത് പുതുക്കി പണിയാന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. എനിക്കും പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് പുതുക്കി പണി ചെയ്യാം. അല്ലാതെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണിത്. അപ്പോൾ ഇതിനുള്ള പരിഹാരം പെട്ടെന്ന് കണ്ടേ പറ്റുമോ? പുതിയൊരു പാലം വരും എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു 10 വർഷം മുമ്പ്. പറച്ചിൽ മാത്രമല്ല വരുന്ന കാണാനില്ല. അതല്ല വിഷയം. ഇതിപ്പോൾ കാലം കുറേ പറച്ചിൽ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് പട്ടാമ്പിക്കായി പ്രഖ്യാപിച്ച ആ പുതിയ പാലം ഇന്ന് എവിടെയാണ്? അതിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയായി? ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച പുതിയ പാലം ഇപ്പോഴും കടലാസിൽ തന്നെയാണെന്നാണ് സൂചന. ഒരു പാലം നിർമ്മാണം തുടങ്ങാൻ 10 വർഷം കാത്തിരിക്കണമെങ്കിൽ ഇനി എന്നെങ്കിലും നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞ് അത് പൂർത്തിയാകാൻ എത്ര വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരും? ന്യൂസ് ഡെസ്ക്, പട്ടാമ്പി ടൈംസ്.